ക്വസ്റ്റ്യൻ ലെസ്ലൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകം. ഓപ്ഷൻസ് നൈട്രജൻ, ക്ലോറിൻ, ഓക്സിജൻ, സൾഫർ. ആൻസർ ഓപ്ഷൻ സി ഓക്സിജൻ. ഒരു ഓർഗാനിക് സംയുക്തത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളായ ഹാലോജനുകൾ, നൈട്രജൻ, സൾഫർ എന്നിവയുടെ സാന്നിധ്യം ഗുണപരമായി നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ഫ്യൂഷൻ ടെസ്റ്റ് അഥവാ ലെസ്ലൻസ് ടെസ്റ്റ്. ഒരു ഓർഗാനിക് സംയുക്തത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങളായ ഹാലോജനുകൾ, നൈട്രജൻ, സൾഫർ എന്നിവയുടെ സാന്നിധ്യം ഗുണപരമായി നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ഫ്യൂഷൻ ടെസ്റ്റ് അഥവാ ലെസ്ലൻസ് ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഡാഷ്. ഓപ്ഷൻസ് ദ്രവ്യം, ബലം, ഊർജം, പിണ്ഡം. ആൻസർ ഓപ്ഷൻ സി ഊർജം. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂൾ. ഒരു വാട്ട് അവർ എന്നാൽ 3600 ജൂൾ. ഒരു വാട്ട് അവർ എന്നാൽ 3600 ജൂൾ. ഒരു ജൂൾ എന്നാൽ 10⁷ എർഗ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റാണ് എർഗ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ്. ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ. അപ്പോൾ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ജൂൾ. ഒരു വാട്ട് അവർ എന്നാൽ 3600 ജൂൾ. ഒരു ജൂൾ എന്നാൽ 10⁷ എർഗ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റാണ് എർഗ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ്. ഊർജ സംരക്ഷണ നിയമത്തിൻ്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഉരുളുന്ന കല്ല്, ഒഴുകുന്ന ജലം എന്നിവയിലെ ഊർജം ഗതികോർജം. ഒരു ടാങ്കിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിൻ്റെ ഊർജം സ്ഥിതികോർജം. അപ്പോൾ ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് ഗതികോർജം. ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ടും രൂപമാറ്റം കൊണ്ടും ലഭിക്കുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഉരുളുന്ന കല്ല്, ഒഴുകുന്ന ജലം എന്നിവയിലെ ഊർജം ഗതികോർജം. ഒരു ടാങ്കിൽ ശേഖരിച്ചു വെച്ചിരിക്കുന്ന ജലത്തിൻ്റെ ഊർജം സ്ഥിതികോർജം. വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജം കൂടുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജം കൂടുന്നു. ലംബമായി മുകളിലേക്ക് എറിയപ്പെടുന്ന ഒരു വസ്തുവിൻ്റെ ഗതികോർജം കുറയും, എന്നാൽ സ്ഥിതികോർജം കൂടും. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഭാരവും വേഗതയും കൂടുന്നതിനനുസരിച്ച് ഗതികോർജം കൂടുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ സ്ഥിതികോർജം കൂടുന്നു. ലംബമായി മുകളിലേക്ക് എറിയപ്പെടുന്ന വസ്തുവിൻ്റെ ഗതികോർജം കുറയും, എന്നാൽ സ്ഥിതികോർജം കൂടും. അടുത്ത ക്വസ്റ്റ്യൻ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം. ഓപ്ഷൻസ് സ്ഥാനാന്തരം, ചലനം, സ്ഥിതികോർജം, കൊഹിഷൻ. ആൻസർ ഓപ്ഷൻ ബി ചലനം. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാണ് ചലനം. ചലനത്തെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ്. ബലം പ്രയോഗിക്കുന്ന ദിശയിലാണ് ചലനം സംഭവിക്കുന്നത്. ചുറ്റുപാടുകൾക്കനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിന് മാറ്റമുണ്ടാകാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം സ്റ്റാറ്റിക്സ്. അപ്പോൾ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാണ് ചലനം. ചലനത്തെക്കുറിച്ചുള്ള പഠനം ഡൈനാമിക്സ്. ബലം പ്രയോഗിക്കുന്ന ദിശയിലാണ് ചലനം സംഭവിക്കുന്നത്. ചുറ്റുപാടുകൾക്കനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനത്തിന് മാറ്റമുണ്ടാകാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനം സ്റ്റാറ്റിക്സ്. പരസ്പര പ്രവർത്തനത്തിലേർപ്പെട്ട പ്രതലങ്ങളുടെ ആപേക്ഷിക ചലനത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ട്രൈബയോളജി. തുല്യസമയത്തിൽ തുല്യദൂരത്തിൽ സഞ്ചരിക്കുന്ന ചലനം സമചലനം. തുല്യസമയം കൊണ്ട് വ്യത്യസ്ത ദൂരം സഞ്ചരിക്കുന്ന ചലനം അസമചലനം. വൃത്തപാതയിൽ കൂടിയുള്ള ചലനം വർത്തുള ചലനം. അപ്പോൾ പരസ്പര പ്രവർത്തനത്തിലേർപ്പെട്ട പ്രതലങ്ങളുടെ ആപേക്ഷിക ചലനത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ട്രൈബയോളജി. തുല്യസമയത്തിൽ തുല്യദൂരത്തിൽ സഞ്ചരിക്കുന്ന ചലനം സമചലനം. തുല്യസമയം കൊണ്ട് വ്യത്യസ്ത ദൂരം സഞ്ചരിക്കുന്ന ചലനം അസമചലനം. വൃത്തപാതയിൽ കൂടിയുള്ള ചലനം വർത്തുള ചലനം. ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം ക്രമാവർത്തന ചലനം. ക്രമാവർത്തന ചലനത്തിന് ഉദാഹരണങ്ങൾ ഭൂമിയുടെ ഭ്രമണം, ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം.
ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം ദോലനം. ഉദാഹരണം ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം. മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന രീതിയാണ് തരംഗചലനം. അപ്പോൾ ഒരു കല്ലിൽ ചരട് കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം ക്രമാവർത്തന ചലനം. ക്രമാവർത്തന ചലനത്തിന് ഉദാഹരണം ഭൂമിയുടെ ഭ്രമണം, ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം. ഒരു നിശ്ചിത ബിന്ദുവിനെ ആധാരമാക്കി ഒരു വസ്തുവിൻ്റെ മുന്നോട്ടും പിന്നോട്ടുമുള്ള ചലനം ദോലനം. ക്ലോക്കിൻ്റെ പെൻഡുലത്തിൻ്റെ ചലനം. മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന രീതിയാണ് തരംഗചലനം. മാധ്യമത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന വിക്ഷോഭം മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്ന രീതിയാണ് തരംഗചലനം. തരംഗചലനം രണ്ട് തരത്തിലുണ്ട്. അനുപ്രസ്ഥ തരംഗം, അതുപോലെ അനുദൈർഘ്യ തരംഗം. അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണം പ്രകാശം, അനുദൈർഘ്യ തരംഗത്തിന് ഉദാഹരണം ശബ്ദം. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെ വരുന്ന ചലനമാണ് ഭ്രമണം. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിനുള്ളിൽ തന്നെ വരുന്ന ചലനം ഭ്രമണം. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന് പുറത്തു വരുന്ന ചലനം പരിക്രമണം. കറങ്ങുന്ന വസ്തുവിൻ്റെ അക്ഷം വസ്തുവിന് പുറത്തു വരുന്ന ചലനം പരിക്രമണം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ന്യൂട്ടൺ ഈക്വൽ ടു ഡാഷ് ഡൈൻ. ഓപ്ഷൻസ് 100, 10⁵5, 98, 102. ആൻസർ ഓപ്ഷൻ ബി 10⁵5. വസ്തുക്കളിൽ പ്രയോഗിക്കുന്ന തള്ള് അല്ലെങ്കിൽ വലിയാണ് ബലം. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ബലത്തിൻ്റെ CGS യൂണിറ്റ് ഡൈൻ. ഒരു ന്യൂട്ടൺ ഈക്വൽ ടു 10⁵5 ഡൈൻ. അപ്പോൾ വസ്തുക്കളിൽ പ്രയോഗിക്കുന്ന തള്ള് അല്ലെങ്കിൽ വലിയാണ് ബലം. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ. ബലത്തിൻ്റെ CGS യൂണിറ്റ് ഡൈൻ. ഒരു ന്യൂട്ടൺ ഈക്വൽ ടു 10⁵5 ഡൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? ഓപ്ഷൻസ് ബുധൻ, വ്യാഴം, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. ആൻസർ ഓപ്ഷൻ ഡി പ്ലൂട്ടോ. റിലേറ്റഡ് ഫാക്ട്സ് നോക്കാം. സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹങ്ങൾ 8. ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായി തരം താഴ്ത്തിയത് 2006 ഓഗസ്റ്റ് 24. പ്ലൂട്ടോയെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച പേടകം ന്യൂ ഹൊറൈസൺ. അപ്പോൾ സൂര്യനെ പ്രദക്ഷിണം ചെയ്യുന്ന ഗ്രഹങ്ങൾ 8. ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. അന്താരാഷ്ട്ര ആസ്ട്രോണമിക്കൽ യൂണിയൻ പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമായി തരം താഴ്ത്തിയത് 2006 ഓഗസ്റ്റ് 24. പ്ലൂട്ടോയെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച പേടകം ന്യൂ ഹൊറൈസൺ. റോമക്കാരുടെ പാതാളദേവൻ്റെ പേരിൽ അറിയപ്പെടുന്ന കുള്ളൻ ഗ്രഹം പ്ലൂട്ടോ. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധൻ. അപ്പോൾ റോമക്കാരുടെ പാതാളദേവൻ്റെ പേരിൽ അറിയപ്പെടുന്ന കുള്ളൻ ഗ്രഹം പ്ലൂട്ടോ. ഏറ്റവും വലിയ ഗ്രഹം വ്യാഴം. ഏറ്റവും ചെറിയ ഗ്രഹം ബുധൻ. സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയുള്ള ഗ്രഹം നെപ്റ്റ്യൂൺ. സൂര്യനിൽ നിന്നും ഏറ്റവും അടുത്തുള്ള ഗ്രഹം ബുധൻ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം വ്യാഴം. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം. സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹം ഭൂമി. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശനി. ഭൂമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശുക്രൻ. തുരുമ്പിച്ച ഗ്രഹം, ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴം. വസ്തുക്കൾക്ക് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴം. സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹം ഭൂമി. സാന്ദ്രത ഏറ്റവും കുറഞ്ഞ ഗ്രഹം ശനി. ഭൂമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശുക്രൻ. തുരുമ്പിച്ച ഗ്രഹം, ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത് ചൊവ്വ.